നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് വിശദമായി. രാജ്യത്ത് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. പൊതുജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്താനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഏറെ ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ സമ്മർദ്ദത്തിന്റെ വിജയം എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതികരണം. ജാതി സർവേ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന പ്രചാരണ വിഷയം. പിന്നാക്ക വോട്ടുകൾ നിർണായകമായ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് പ്രചാരണ വിഷയമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. The Cabinet Committee of Political Affairs has decided today, that is 30th April 2025, that caste enumeration should be included in the forthcoming census. This demonstrates that a government is committed to the values and interests of a society and country. ഭരണഘടന അനുസരിച്ച് സെൻസസ് കേന്ദ്ര വിഷയമാണെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ജാതി സെൻസസ് ഉപയോഗിച്ചതെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിനാണ് ജാതി സെൻസസ് നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര തീരുമാനം ഇന്ത്യ മുന്നണിയുടെ സമ്മർദ്ദഫലമായാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണം. Caste census, we have been fighting now for some time. Government has opposed. For some reason, we don't understand what that reason is. They have suddenly decided to do it. We welcome that. We are happy that they have done the caste census. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉടൻ തിരിച്ചടി നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ സമിതികൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി റദ്ദാക്കി. രാവിലെ 11 മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു യോഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സാഹചര്യവും സൈനിക നീക്കവും, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സൈന്യം സ്വീകരിച്ച നടപടികളും യോഗം വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേർന്നു. പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം ഒഴിവാക്കി. മെയ് 9 വിക്ടറി ദിന പരിപാടിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം. പ്രധാനമന്ത്രിക്ക് പകരം രാജ്നാഥ് സിംഗ് പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനിടെ മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും വിരമിച്ച IPS, IFS ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയെ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. വിനീത VG, 24 ഡൽഹി. പഹൽഗാം കൂട്ടക്കുരുതിക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറുകൾക്കകം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് അർദ്ധരാത്രി നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ പാക് മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞു. കുൽഗാം വനമേഖലകളിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകരവാദികളെ സൈന്യം വളഞ്ഞു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയും മട്ടിലാണ് പാക് സൈന്യത്തിന്റെ മര്യാദയില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ. തുടർച്ചയായ 6ാം രാത്രിയും നൌഷേര, സുന്ദർബാനി, അബ്നൂർ സെക്ടറുകൾക്ക് നേരെയും പർഗ്വാർ സെക്ടറിലുമുണ്ടായ കരാർ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സേന കടുത്ത മറുപടി നൽകി. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ നേതാക്കളുടെ പ്രതികരണങ്ങളിലും പരിഭ്രാന്തി വ്യക്തമാണ്. 24 മുതൽ 34 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സേന ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ വാർത്താവിതരണ മന്ത്രി അത്താവുള്ള തരാർ. ആശങ്ക പാക് പ്രതിരോധ മന്ത്രി ഇന്നും ആവർത്തിച്ചു. ഇന്ത്യൻ നീക്കങ്ങൾ അറിയാൻ സിയാൽകോട്ടിൽ റഡാർ സംവിധാനങ്ങൾ എത്തിച്ച പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വിന്യസിച്ചിരുന്ന 2 കമ്പനി സേനയെ അതിർത്തിയിലേക്ക് അയച്ചു. മെയ് 2 വരെ ഇസ്ലാമാബാദിലും ലഹോറിലും പാകിസ്ഥാൻ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ഏതു സമയവും എന്തും സംഭവിക്കാമെന്ന പ്രതീതിക്കിടെ മേഖലയിലെ സ്ഥിതി വഷളാക്കരുതെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് അമേരിക്ക. അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളിലും മുന്നൊരുക്കങ്ങളിലും പാകിസ്ഥാന്റെ വല്ലാത്ത ഭയം പ്രകടമാണ്. ഞങ്ങൾ ദൗത്യത്തിന് എപ്പോഴേ തയ്യാറാണ്. ഞങ്ങൾക്ക് എത്തിപ്പെടാനാവാത്തവണ്ണം വിശാലമായ ഒരു കടലുമില്ല എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ഒടുവിലത്തെ എക്സ്പോസ്റ്റ്. അതിർത്തി ഗ്രാമങ്ങൾ ബങ്കറുകൾ ഒരുക്കി കാത്തിരിക്കുന്നു. സേനാവിഭാഗങ്ങൾ സജ്ജമാണ്. അവർ നോക്കുന്നത് ഒരു ഉത്തരവിനാണ്, ഒരേ ഒരു ഉത്തരവിന്. ജമ്മു കാശ്മീരിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.
പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി ഉയർന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പങ്കുവച്ച പോസ്റ്റർ പിൻവലിച്ച് കോൺഗ്രസ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സ്വീകരിച്ച നിലപാട് എല്ലാവരും പിന്തുടരണം എന്ന ഹൈക്കമാൻഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്ന വിമർശനം ആവർത്തിക്കുകയാണ് BJP. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെയാണ് കോൺഗ്രസ് പരിഹസിച്ചത്. നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹമെന്ന് തോന്നിക്കുന്ന ചിത്രം പങ്കുവെച്ച് കാണാനില്ലെന്ന് അടിക്കുറിപ്പും നൽകി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ BJPക്കാർ മാത്രമല്ല വിമർശനവുമായി എത്തിയത്. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പോസ്റ്റ്. തൃണമൂൽ കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള പലരും പോസ്റ്റ് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് അപകടം മണത്തു. പിന്നാലെ രാത്രിയോടെ പോസ്റ്റ് പിൻവലിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേതാക്കൾക്കുള്ള മാർഗനിർദ്ദേശം രാവിലെ പുറത്തിറക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നിലപാട് പ്രമേയമായി പാസാക്കിയിട്ടുണ്ട്. അതിനപ്പുറം പ്രതികരണങ്ങൾ പാടില്ലെന്നാണ് നിർദ്ദേശം. പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാഥയെ അറിയിച്ചതായാണ് വിവരം. പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 24 ഡൽഹി. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടന് ജാമ്യം. വനം വകുപ്പ് ജാമ്യത്തെ എതിർത്തെങ്കിലും കർശന ഉപാധികളോടെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റ് തിരുത്തുമെന്നും വേടൻ പ്രതികരിച്ചു. വിഷയം അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേടനെതിരെ എടുത്ത കേസിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുലിപ്പല്ല് കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ വേടൻ വിദേശത്തേക്ക് കടക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളണമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം. ആരാധകൻ സമ്മാനമായി നൽകിയതാണെന്നും പുലിപ്പല്ലെന്നറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കില്ലായിരുന്നുവെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. ശാസ്ത്രീയ തെളിവിന്റെ അഭാവവും ജാമ്യത്തിന് അനുകൂലമായി. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും വേടൻ. ഇവന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. ലഹരിക്കാര്യത്തിലെ നടപടിയിൽ പിന്നാക്കവും മുന്നാക്കവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പുലിപ്പല്ല് പോലുള്ള വിഷയങ്ങളിൽ അവധാനതയോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി. പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാവും. വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനെന്ന മന്ത്രി AK ശശീന്ദ്രൻ. വേടനെതിരെ അറസ്റ്റ് നടപടി സ്വീകരിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും AK ശശീന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന പ്രതിഭാഗം പറഞ്ഞെങ്കിലും കോടതി തള്ളി. കേരളം വിട്ട് പുറത്തു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വേടനെ തൃശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് വേടന്റെ മാലക്കെതിരെ വനം വകുപ്പ് കേസെടുത്തത്. വേടനെ വനം വകുപ്പ് വേട്ടയാടിയെന്ന വിമർശനം ശക്തമാണ്. ആനക്കൊമ്പ് കേസിൽ അനങ്ങാപ്പാറ നിലപാട് സ്വീകരിച്ച വനം വകുപ്പ് വേടനോട് കാട്ടിയത് ഇരട്ട നീതിയെന്നാണ് ആക്ഷേപം. അതേസമയം ലഹരി ഉപയോഗം സമ്മതിച്ച വേടൻ തെറ്റുതിരുത്തി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സുഗാൻ സുരേഷിന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലാണ് രാവിലെ 10 മണിയോടെ ഇരുവരും ഹാജരായി എന്നുള്ള വാർത്ത വരുന്നത്. ഈ അച്ഛനും അമ്മയും ആ കേസിൽ പ്രതികളല്ല, അവർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഹാജരായി എന്നുള്ള വാർത്തയാണ് സൂരജ് സജി അറിയിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് കല്ലിട്ടത് കൊണ്ടായില്ല, കപ്പലോടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ഇപ്പോഴാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനെ പദ്ധതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പട്ടിക അംഗീകരിച്ച് നൽകാത്തത് കൊണ്ടാണ് ക്ഷണിക്കാൻ വൈകിയത്. പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ആഗ്രഹിക്കാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സർക്കാരിൻ്റെ വാർഷികത്തിനിടെ നടക്കുന്ന തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചരിത്ര മുഹൂർത്തമാണ്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വരുമാനം കിട്ടാനിടയാക്കിയത് തന്റെ സർക്കാർ ഉണ്ടാക്കിയ കരാർ മൂലമാണെന്നും വാദിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് നാടിനാകെയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ
നാടിന് ആകെയുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ കമ്മീഷൻ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വൈകിയതിനെപ്പറ്റി മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ, ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. ഞങ്ങൾ ഏതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി. ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിഴിഞ്ഞം പരിപാടിയിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുക. അതാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചപ്പോൾ കുടുംബത്തെ ഒപ്പം കുട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി മറുപടി നൽകി. എന്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ്. അതിന്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല. അപമാനിക്കാനുള്ള സർക്കാർ നീക്കത്തിന് നിന്നു കൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മെയ് 2-ന് UDF ഏകോപന സമിതി യോഗം ചേരും. പ്രതിപക്ഷ നേതാവിന് നേരത്തെ തന്നെ ക്ഷണിച്ചുവെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. അതേസമയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരസ്യത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. വിവാദമായപ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തനിക്ക് കിട്ടിയ കത്തിൽ എവിടേക്കാണ് വരേണ്ടതെന്ന് പോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഉദ്ഘാടന ദിവസം കോഴിക്കോട് DCC ഓഫീസിൽ പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയിൽ UDF ഏകോപന സമിതി യോഗം ചേരും. എന്നാൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ. ഞങ്ങൾക്ക് ഇവിടെ കേന്ദ്രത്തിന്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചൊരു മറുപടി ഇല്ല, അറിയിച്ചില്ല. അതെനിക്കറിയില്ല. നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു ആ പേര്. ഇതിനിടെ പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പരസ്യം പുറത്തിറങ്ങി. തുറമുഖം വികസിത് ഭാരതിന്റെ ഭാഗമെന്ന തലക്കെട്ടോടെയാണ് പരസ്യം. 18,000 കോടി രൂപ പദ്ധതിക്ക് ചെലവായെന്നും പരസ്യത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ്. അതേസമയം ശശി തരൂർ MP, M വിൻസെന്റ് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. PK ശ്രീമതിക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന കമ്മിറ്റിയിലും അതിനു മുൻപ് ചേരുന്ന സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാം. 75 വയസ്സാണ് പാർട്ടിയിലെ പ്രവർത്തനകാലം. അത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം. ചിലർക്ക് ഇളവ് നൽകി, അതിലൊരാളാണ് താനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PK ശ്രീമതിക്ക് ഇളവ് നൽകിയത് കേന്ദ്ര കമ്മിറ്റി ക്വാട്ടയിലാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ സെക്രട്ടറി യോഗത്തിലും പങ്കെടുക്കുന്നത് സാധാരണഗതിയിൽ ചുമതല നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ചുമതല നിർവഹണത്തിന്റെ ബാധ്യത ഇവിടെ വരുന്നില്ല. കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുത്തുനിന്ന് വരും. 75 വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ്. 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ ഭാഗമായിട്ടല്ല, കേന്ദ്ര പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സംപ്റ്റ് ചെയ്യുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിന് ആശ്വാസം. CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ CBI, ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ എന്നിങ്ങനെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നാണ് KM എബ്രഹാം വാദിച്ചത്. ഇത് അംഗീകരിച്ചാണ് സുപ്രീം കോടതി നടപടി. KM എബ്രഹാമിന് അനുകൂല നിലപാടാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. KM എബ്രഹാമിനെതിരായ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ചൂണ്ടിക്കാട്ടി.
ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലിന് തന്നോട് വൈരാഗ്യമെന്നും KM എബ്രഹാം ചൂണ്ടിക്കാട്ടി. CBI, ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങിയവർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. KM എബ്രഹാം 2015-ൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു ആരോപണം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. 24 ഡൽഹി. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A. ജയതിലക് ചുമതലയേറ്റു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രധാന ചുമതലയെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ക്യാബിനറ്റിലെയും അടുത്ത ക്യാബിനറ്റിലെയും തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാരദാ മുരളീധരന്റെ പിൻഗാമിയായാണ് A. ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്നത്. 1991 ബാച്ച് IAS-കാരനാണ് ജയതിലക്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് ചുമതലയേറ്റ ശേഷം ജയതിലക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെയുള്ള ക്യാബിനറ്റിലെ തീരുമാനങ്ങളും ഇനി വരാൻ പോകുന്ന ക്യാബിനറ്റിലെ തീരുമാനങ്ങളും സമയബന്ധിതമായിട്ട് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് എൻ്റെ പ്രോമിസ്. N. പ്രശാന്ത് IAS സസ്പെൻഷനിലായത് ജയതിലകിനെതിരായ അധിക്ഷേപ പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയെന്ന പേരിലാണ്. കൂടാതെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി ടെൻഡറില്ലാതെ സ്വകാര്യ കമ്പനിക്ക് മറിച്ചു നൽകിയെന്ന ആരോപണവും ജയതിലകിനെതിരെയുണ്ട്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന് മുന്നിലെത്തിയ പരാതി ചീഫ് സെക്രട്ടറിക്കാണ് കൈമാറിയത്. ഈ വിഷയങ്ങളിലടക്കം ജയതിലക് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ആകാംക്ഷ. അടുത്ത വർഷം ജൂൺ വരെ ജയതിലകിന് ചീഫ് സെക്രട്ടറിയായി കാലാവധിയുണ്ട്. 24 തിരുവനന്തപുരം. സർവീസിൽ നിന്ന് വിരമിച്ച ബിജു പ്രഭാകറിനെ KSEB ചെയർമാൻ സ്ഥാനത്ത് വീണ്ടും നിയമിക്കാനുള്ള നിർദ്ദേശം സർക്കാർ തള്ളി. വിരമിച്ചവരെ നിയമിക്കാൻ കഴിയില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശം തള്ളിയത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ KSEB തലപ്പത്ത് നിയോഗിക്കുന്നതിനെ IAS അസോസിയേഷൻ എതിർത്തിരുന്നു. ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ബിജു പ്രഭാകറിനെ KSEB ചെയർമാൻ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി സർക്കാരിന് മുന്നിൽ വെച്ച ശുപാർശ. ബിജു പ്രഭാകറിനെ KSEB തലപ്പത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നതിന് മറ്റ് സമ്മർദ്ദങ്ങളും സർക്കാരിന് മേലുണ്ടായിരുന്നു. എന്നാൽ KSEBയിലെ ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ നിർദ്ദേശം വന്നപ്പോൾ മുഖ്യമന്ത്രി എഴുതിയ ഫയൽ കുറിപ്പ് ബിജു പ്രഭാകറിന് തടസ്സമായി മാറുകയായിരുന്നു. KSEB ഡയറക്ടർമാരായി വിരമിച്ചവരെ നിയമിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. ഡയറക്ടർമാർക്ക് ബാധകമാക്കിയ നിബന്ധന ലംഘിച്ച് ചെയർമാൻ നിയമനം നൽകിയാൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞാണ് ബിജു പ്രഭാകറിന്റെ നിയമന ശുപാർശ മുഖ്യമന്ത്രി നിരാകരിച്ചത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ വൈദ്യുതി ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കുന്നതിനെ IAS അസോസിയേഷനും ശക്തമായി എതിർത്തു. ഇതുകൂടിയായപ്പോൾ സർക്കാർ ബിജു പ്രഭാകറിന്റെ പുനർനിയമന നീക്കത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പരിഗണിച്ച് മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനത്തിന്റെ പേരിലാണ് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധി 6 മാസം തികയുമ്പോഴാണ് നടപടി പിൻവലിക്കുന്നതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന്റെ ഹിയറിംഗ് നടത്തിയിരുന്നു. സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ വിമർശിച്ചിട്ടില്ല എന്നാണ് പ്രശാന്തിന്റെ വാദം. സസ്പെൻഷൻ കാലാവധി 6 മാസം പിന്നിട്ടാൽ കേന്ദ്ര പേഴ്സണൽ ട്രെയിനിംഗ് മന്ത്രാലയത്തിൽ നിന്ന് സർക്കാരിനോട് വിശദീകരണം ആരായാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ ചീഫ് സെക്രട്ടറി കൈമാറിയതെന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശരിവയ്ക്കുകയാണ് പതിവ്. സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ പ്രശാന്തിന് കൃഷിവകുപ്പിൽ തന്നെ നിയമനം നൽകേണ്ടിവരും. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ഇരിക്കെയാണ് പ്രശാന്ത് നടപടി നേരിട്ടത്. പ്രശാന്ത് കൃഷിവകുപ്പിൽ നിയമിതനായിട്ട് 2 വർഷം തികഞ്ഞിട്ടില്ല. 2 വർഷം തികയാതെ ഡോക്ടർ B. അശോകിനെ ട്രാൻസ്ഫർ ചെയ്തത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ കേസിൽ ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യം നേരിടുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാൻ സുരേഷിന്റെ അച്ഛനും അമ്മയും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. എടപ്പാൾ സ്വദേശി സുരേഷ്, ഗീത എന്നിവരാണ് ഹാജരായത്. പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇരുവരുടെയും മൊഴിയെടുക്കാൻ തൃശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. സൂരജ്, ഇവരെപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സുഗാന്ത് സുരേഷിനെതിരെ നേരത്തെ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തി കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ സുഗാന്തിന്റെ മാതാപിതാക്കൾ ഈ ചാവക്കാട് പോലീസിൽ ഹാജരായിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇരുവരും ഈ സ്റ്റേഷനിലെത്തി ഹാജരാകുന്നത്. അവർ തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്നും സുഗാന്തിന്റെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഈ സ്റ്റേഷനിൽ ഹാജരാകുന്നത്. ഇതോടുകൂടി ഈ കേസ് നിലവിൽ എടുത്തിരിക്കുന്ന പേട്ട പോലീസാണ്. അതുകൊണ്ട് തന്നെ ചാവക്കാട് പോലീസ് പേട്ട പോലീസിന് വിവരം കൈമാറുകയും പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം തൃശ്ശൂരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയതാണ്. പക്ഷേ ആ സമയത്ത് ഇവർ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വിവരവും പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഇന്ന് പോലീസിനോട് ഇവർ നൽകിയിരിക്കുന്ന വിവരം ഇപ്രകാരമാണ്. അതായത് മകൻ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വലിയ മനോവിഷമമാണ് തങ്ങൾക്കുണ്ടായത്. അതിൽ നൊന്തും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നും അറിയാതെ പല ക്ഷേത്രങ്ങളിലൂടെ തങ്ങൾ ഇതിനോടകം യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒടുവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തന്നെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ താമസിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ചാവക്കാട് പോലീസിന് മുന്നിൽ ഹാജരാകാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഈ പോലീസിന് മുന്നിൽ ഹാജരാകുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ അച്ഛനും അമ്മയും അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഗീത എന്ന് പറയുന്ന അമ്മയുടെ വീട് ഈ ചാവക്കാട് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ടാണ് ഈ ചാവക്കാട് സ്റ്റേഷൻ പരിധിയിൽ തന്നെ കീഴടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പേട്ട പോലീസ് ഇവിടെ എത്തിയതിനു ശേഷം ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു മുൻമേഷ്. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സുഗാന്ത് സുരേഷിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും പൂരത്തിന് കൊടിയേറി. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ പൂരലഹരിയിലായിരിക്കും. മെയ് 6-നാണ് തൃശൂർ പൂരം. ആർപ്പുവിളികളും ആരവങ്ങളുമായി തൃശൂർ അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി വരവേറ്റു. പൂരത്തിന്റെ വരവറിയിച്ച ആദ്യം തിരുവമ്പാടിയിൽ കൊടിയേറി. പിന്നാലെ പൂരാവേശ മലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ്. പൂരത്തിന് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും പൂരം കാണാനുള്ള സൗകര്യവുമാണ് ഇക്കുറി ഒരുക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വരുന്നവരെ മുഴുവൻ സ്വീകരിച്ച് എല്ലാവർക്കും നിന്ന് ഒരുപോലെ ആസ്വദിച്ച് കാണാവുന്ന ഒരു പൂരമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇക്കുറി പുതുമകളേറെ എന്ന തിരുവമ്പാടി ദേവസ്വം. വളരെ ആവേശത്തോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റ ചടങ്ങാണ് അവിടെ നടന്നത്. ഉദ്ദേശിച്ച മുഹൂർത്തത്തിൽ തന്നെ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി ആ ചടങ്ങ് നടന്നു. രാജ്യത്തിൻ്റെ ഏത് മുക്കും മൂലയിലും മലയാളികളുണ്ടോ അവിടെ നിന്നെല്ലാം ഇവിടെ ഈ പൂരത്തിന് ആഘോഷപൂർവ്വം വരുന്ന ആ ഒരു വലിയൊരു സന്തോഷമായ നിമിഷം നമുക്ക് കാണാൻ സാധിക്കും. 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖു വിളിച്ച് പൂരവിളംബരം നടത്തും. 6-നാണ് തൃശൂർ പൂരം. കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. 24 തൃശൂർ. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫ്ളാറ്റിൽ സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് വീണ്ടും വിളിപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെയും ചോദ്യം ചെയ്യും. ഫ്ളാറ്റ് ഉടമയും സംവിധായകനുമായ സമീർ താഹിറിനോട് 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് മുഹമ്മദിനെയും വീണ്ടും വിളിപ്പിക്കും. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 1.5 മാസമായി ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. 1 മാസം 1.5 മാസമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യേണ്ട ഫ്ളാറ്റ് നമ്മുടെ ഇത് ഇൻഫർമേഷനിൽ ഇത് കഞ്ചാവൊന്നുമല്ല, വേറെ വലിയ ലഹരിയായിരുന്നു. അത് ഞങ്ങൾ പോയത് അവിടെ പലരും വന്ന് പോകുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും, CCTV നോക്കേണ്ടി വരും. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ രംഗത്തെത്തി. ലഹരി ആരുപയോഗിച്ചാലും തെറ്റാണെന്ന് നടൻ അജു വർഗീസ് പറഞ്ഞു. ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിൾ ആണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം.
ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. 24 കൊച്ചി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. ശ്രീനാഥ് ഭാസി അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താനുടെയും ഭർത്താവ് സുൽത്താന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിൽ നടന്മാരായ ഷൈം ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. മുഖ്യപ്രതി തസ്ലീമയും താരങ്ങളും നടത്തിയ വാട്സപ്പ് ചാറ്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഹൈബ്രിഡ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി. ശ്രീനാഥ് ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ച മോഡൽ സൗമ്യയെ അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 24 ആലപ്പുഴ. തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിലായി. തൃശൂർ RTOയിലെ MVIമാരായ അനീഷ്, കൃഷ്ണകുമാർ എന്നിവരാണ് പിടിയിലായത്. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥയെ ഓടിച്ചിട്ട് പിടികൂടി. കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെയാണ് വിജിലൻസ് പിടികൂടിയത്. ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് MVA ഉദ്യോഗസ്ഥർ പിടിയിലായത്. അനീഷിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 30,000 രൂപയും കൃഷ്ണകുമാറിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 42,000 രൂപയും പിടികൂടി. തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമയിൽ നിന്ന് 7,000 രൂപയും വിജിലൻസ് കണ്ടെടുത്തു. അതിനിടെ കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഓടിച്ചിട്ട് പിടികൂടി. കുട്ടികളുമായാണ് ഇവർ കൈക്കൂലി വാങ്ങാനെത്തിയത്. പൊന്നുരുന്നിയിൽ വെച്ചാണ് വിജിലൻസ് പിടികൂടിയത്. കെട്ടിടത്തിന് അനുമതി നൽകാനാണ് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. 24 തൃശൂർ. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികൾ നടത്തുന്ന സമരം 200-ാം ദിവസത്തിൽ. സമരം വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. സമരം മുനമ്പത്തിന് പുറത്തേക്ക് നീട്ടാൻ ആലോചനയെന്ന ലത്തീൻ സഭ. വഖഫ് ബോർഡിനൊപ്പം നിന്നാൽ സർക്കാരിനെതിരെ സമരം നടത്തുമെന്ന് സമിതി അറിയിച്ചു. ഒക്ടോബർ 12 തുടങ്ങിയതാണ് മുനമ്പം സമരം. ഈ 200 ദിവസങ്ങൾക്കിടെ മുനമ്പം ജനത പല രീതിയിൽ സമരങ്ങൾ നടത്തി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. വഖഫ് ഭേദഗതി നിയമത്തിലായിരുന്നു മുനമ്പം ജനതയുടെ പ്രതീക്ഷ. എന്നാൽ അവിടെയും നിരാശ. പ്രശ്നപരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് മുനമ്പം ജനത. സമരം മുനമ്പത്തിന് പുറത്തേക്ക് നീട്ടാൻ ആലോചനയെന്നും മുഖ്യമന്ത്രിയെ കാണുമെന്നും വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ. എല്ലായിടത്തും പ്രകടമാകുന്ന ഒരു മെല്ലെപ്പോക്ക് വല്ലാതെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട്. ഇന്ന് മുനമ്പം വേദി മാത്രമായിട്ട് ഈ സമരം ഒതുങ്ങുന്നത് കൊണ്ടാണോ പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധ ഇതിന് വേണ്ട രീതിയിൽ കിട്ടാതെ പോകുന്നത്? KLCയുടെ നേതൃത്വത്തിൽ കുറെ കൂടി വിപുലമായ സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകേണ്ടി വരുമോ എന്ന് തോന്നുകയാണ്. വഖഫ് ബോർഡിനൊപ്പം നിന്നാൽ സർക്കാരിനെതിരെ സമരം നടത്തുമെന്നും വഖഫ് ഭേദഗതി നിയമ ചട്ടരൂപീകരണത്തിൽ പ്രതീക്ഷയെന്നും സമരസമിതി. അല്ല, വഖഫ് ബോർഡിനെ സഹായിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിനെതിരായിട്ട് തന്നെ തിരിയും. വഖഫ് ബോർഡിനെ സഹായിക്കാൻ നിൽക്കണ്ട. സകല ജനങ്ങളും പൊതുസമൂഹം മൊത്തം മനസ്സിലാക്കി ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. കമ്മീഷനുകളും ബില്ലുകളും മാറി വന്നിട്ടും സമരം തുടരുകയാണ് മുനമ്പത്തുകാർ. 24 കൊച്ചി. കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. കേസിൽ ഇതുവരെ 20 പേർ അറസ്റ്റിലായി. പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുപ്പുവിലെ മൈതാനത്താണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത്. അതിനിടെ ഇവിടെ എത്തിയ അഷ്റഫിനെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മൈതാനത്ത് നിന്നും മർദ്ദനം തുടങ്ങി ഈ കാണുന്ന വഴിയിലൂടെയാണ് ആൾക്കൂട്ടം അഷ്റഫിനെ ഓടിച്ചത്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്.
കൊലപാതകത്തിന് പിന്നിലെ കാരണത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമാണ് പ്രകോപന കാരണമായതെന്നാണ് പ്രതികളുടെ മൊഴി. ക്രിക്കറ്റ് കാണാൻ എത്തിയവരിൽ ചിലരും സമാനമായ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അഷറഫ് പഠിക്കുന്ന കാലം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ അഷറഫ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുൻകാല അനുഭവങ്ങളില്ല. ഇവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ ഇത്രയും ഒരു ചെറിയ ടൈമിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു സംസാരത്തിൽ നമുക്ക് കിട്ടുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം മലപ്പുറം ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. കേസിൽ 20 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. കൊലപാതക കാരണത്തെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. മംഗളൂരുവിലെ കുടുപ്പൂരിൽ നിന്നും രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഇനി നമ്മൾ പോകുന്നത് റോമൻ കൊളോസിയത്തിന്റെ കാഴ്ചകളിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ ഇവിടെയാണ്. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ ഉൾപ്പെടെ 10,000-കണക്കിന് പേരാണ് ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. റോമിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ റോമൻ കൊളോസിയത്തിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കുരിശിന്റെ ഇതാണ്. കുരിശ് ഇവിടെ നിന്നാണ് ദുഃഖവെള്ളിയാഴ്ച മാർപ്പാപ്പമാർ കുരിശിന്റെ വഴി ദുഃഖവെള്ളിയാഴ്ച നയിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥലമായിട്ട് അറിയപ്പെടുന്നതാണ് കുരിശ്. ഈ കൊളോസിയത്തിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആദിമകാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് കുരിശ് ഇവിടെ കാണുന്നത്. ഈ കുരിശിൻ്റെ വഴി മാർപ്പാപ്പ നയിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് ചുറ്റും ജനങ്ങൾ ഒത്തുകൂടുകയും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം കുരിശുമരണത്തെക്കുറിച്ചും ദുഃഖവെള്ളിയാഴ്ച ഓർക്കുന്നത് ഈ റോമൻ കൊളോസിയത്തിൽ നിന്നാണ്. പക്ഷെ അതിനേക്കാളും എത്രയോ കാലം മുമ്പേ റോമൻ കൊളോസിയം വളരെ പ്രസിദ്ധമാണ്. റോമ മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാർ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ്, അത് ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ഫൈറ്റായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പോരാട്ടങ്ങളായാലും വന്യമൃഗങ്ങൾക്ക് ഈ സ്ലേവ്സിനെയും അടിമകളെയൊക്കെ ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളായാലും ഇതെല്ലാം നടന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അത്രമാത്രം ചരിത്രമുറങ്ങുന്ന 2000 വർഷത്തെ ചരിത്രമുറങ്ങുന്ന റോമൻ കൊളോസിയമാണിത്. ഒപ്പം തന്നെ ഇവിടെ കാണുന്ന ആ ഗാലറികൾ, ഇതൊക്കെ ഗാലറികളായിരുന്നു. 80,000 പേര് ഉൾക്കൊള്ളുന്ന ഗാലറികളാണ്. പക്ഷെ ഇതിൽ പിന്നീട് അഗ്നിപർവ്വതം പൊട്ടിയും അതുപോലെ തന്നെ ഭൂമി കുലുക്കമുണ്ടായൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് ഭാഗങ്ങൾ തകർന്നുപോയി. അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ പുതിയ 7 അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ആ ചിത്രത്തിന്റെ മുകളിൽ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈ റോമൻ കൊളോസിയം എന്ന ആംഫി തിയേറ്ററിന്റെ പൂർണ്ണരൂപം. പിന്നീട് അഗ്നിപർവ്വതം പൊട്ടിയും ഭൂമി കുലുക്കമുണ്ടായും കുറേ ഭാഗങ്ങൾ തകർന്നുപോയി. അതാണ് താഴെയുള്ള ചിത്രത്തിൽ കാണുന്നത്. ഈ ആംഫി തിയേറ്ററിന്റെ മുകളിൽ തുണി പോലെയുള്ള വളരെതായിട്ടുള്ള സ്ട്രക്ചർ വലിച്ചു കെട്ടിയാൽ കംപ്ലീറ്റ് ആംഫി തിയേറ്റർ ഒരു പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു ഉള്ളിൻ്റെ ഒരു തിയേറ്റർ തന്നെയായിട്ട് പ്രവർത്തിക്കുന്നു. ആ തുണി മാറ്റിയാൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചർ മാറ്റിയാൽ സ്വാഭാവികമായിട്ടും അത് തുറന്നൊരു തിയേറ്ററായിരിക്കും. അപ്പോൾ ആ തരത്തിൽ വളരെ ഇതായിട്ട് ചെയ്തിരിക്കുന്നതാണ്. AD 70 തുടങ്ങി AD 80 ഇതിൻ്റെ പൂർത്തിയായത്. വെസ്പാസിയൻ എന്ന ചക്രവർത്തി തുടങ്ങി വെച്ചു. ടൈറ്റസ് എന്ന തൻ്റെ പിന്തുടർച്ചക്കാരൻ അത് മുന്നോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെയും അത് കൊണ്ടുവന്നത് ഡൊമിറ്റൻ എന്ന ചക്രവർത്തിയാണ്. ഈ 3 ചക്രവർത്തിമാരുടെ കാലത്താണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇവിടെ താഴോട്ട് കാണുന്നത്, ഇവിടെയാണ് ഇത് സെല്ലാർ പോലെ ഗ്ലാഡിയേറ്റർ സിനിമകളിലൊക്കെ കണ്ടു കാണാതിരിക്കും. ഒരു പക്ഷേ ഈ ഗ്ലാഡിയേറ്റേഴ്സ് വന്ന് അവരെ സെല്ലിൽ ഇട്ടിരുന്നത് ഇവിടെയാണ്. അവിടുന്നാണ് ഇവർ നേരെ ഫൈറ്റിനായിട്ട് വരുന്നത്. ഈ ഗ്ലാഡിയേറ്റേഴ്സ് അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ അണ്ടർഗ്രൗണ്ടിലുള്ള തരത്തിൽ കൊണ്ടിട്ടിരുന്ന സെല്ലുകളും അതിൻ്റെ തകർന്നുപോയ അവശിഷ്ടങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും റോമ നഗരം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ പ്രതീകമായി നിൽക്കുന്നത് റോമൻ കൊളോസിയമാണ്. പ്രധാനമന്ത്രി വസതിയിൽ വീണ്ടും നിർണായക കൂടിക്കാഴ്ചകൾ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, വീണ്ടും നിർണായക ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉമേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലാണ് വീണ്ടും നിർണായക കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരാണ് ഇപ്പോൾ നിലവിലെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ഇന്നലെയും സമാനമായ രീതിയിൽ സേനാ മേധാവികളെ വിളിച്ചുകൊണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയത്തിൽ പഹൽഗാമിന് വേണ്ട തിരിച്ചടി നൽകുന്നതിന് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതായി പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യ കൃത്യമായ ഒരു തിരിച്ചടി നൽകുമെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച ഇപ്പോഴും പുരോഗമിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ഇന്ത്യ നൽകുന്നത് എന്ന സംബന്ധിച്ചുള്ള വ്യക്തത ഈ ഘട്ടത്തിലും പുറത്തു വന്നിട്ടില്ല. ഏത് തരത്തിലായിരിക്കും സൈനിക നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതെല്ലാം സേനയുടെ പൂർണ്ണമായി അവരുടെ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. അത് സേന തന്നെയായിരിക്കും ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എന്തായാലും ഇന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വരുത്തുകയുണ്ടായി. ദേശീയ ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ ചെയർമാനായി മുൻ റോ മേധാവിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള അഴിച്ചുപണികൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നടത്തുന്നു. ഒപ്പം തന്നെ കൃത്യമായ മറുപടി നൽകുവാനുള്ള കരുനീക്കങ്ങൾ അത് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് 16-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. ബീഹാർ സ്വദേശികളായ ഫൈസൽ, അൻവർ, ഹിമാൻ അലി എന്നിവരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെയാണ് ഈ 2 പേർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ചാലപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം. ഈ പെൺകുട്ടി പോകുന്ന വഴിയിൽ ആ പെൺകുട്ടിയെ 2 പേർ ചെന്ന് പിടിക്കുകയും പിന്നീട് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ എടുത്തുകൊണ്ടു പോകുന്നതിനിടെ പെൺകുട്ടിയെ അലറി വിളിക്കുകയും പിന്നീട് അവിടുന്ന് കുതിറി ഓടുകയും ചെയ്തു. അതിനാലാണ് രക്ഷപ്പെട്ടത്. നമുക്കറിയാം, സൗമ്യ വധം പോലുള്ള വലിയ ക്രൂരകൃത്യങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊന്നും ഇത് പോയില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത്തരം ഒരു ശ്രമമാണ് ഈ 2 പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. പിന്നീട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. 70ഓളം CCTV ദൃശ്യങ്ങൾ അവിടുന്ന് പോലീസ് പരിശോധിച്ചു. വിവിധ കടകൾ, അതുപോലെ സമീപത്തുള്ള വീടുകൾ, അങ്ങനെ വിവിധ ഇടങ്ങളിലെല്ലാമുള്ള പരിശോധനകൾ നടത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള ആ പരിശോധനക്കൊടുവിലാണ് 2 പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായിട്ടുള്ള ഫൈസൽ അൻവർ എന്ന 36-കാരനും അതുപോലെ ഹിമാൻ അലി എന്ന 18-കാരനുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പ്രതികളെ കസബ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഇപ്പോൾ BG ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ മെഡിക്കൽ എടുക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ 2 പേരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും 2 പേരെയും വളരെ വേഗത്തിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിന് അഭിമാനമാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി കാണാം വാൽകഷ്ണം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുന്നുണ്ട് മുഖ്യമന്ത്രി. എന്നാൽ ആഘോഷങ്ങളുടെ പേരിൽ വൻ ധൂർത്ത് നടക്കുന്നെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ത്? കാണാം. M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം.
ഒരു 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. 9 വർഷം നാം പിന്നിടുന്നു. 9 വർഷം കൊണ്ട് എന്തൊക്കെ ശരിയാക്കി? നമ്മുടെ കേരളം എന്തായി മാറുന്നു? എന്തായി നിങ്ങൾക്ക് തോന്നുന്നത്? നാം മുന്നേറുകയാണ്. മുന്നേറി എത്ര ദൂരം പോയി? ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ നേടാൻ കഴിഞ്ഞ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അഹങ്കാരം കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. ഇന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്. സത്യ. കേരളത്തിന്റെ നേട്ടങ്ങളുടെ കോളത്തില് മൂപ്പരെ പേര് എഴുതി വെക്കാൻ പോവാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു അവകാശവും ഈ സർക്കാരിനില്ല. അവകാശം പിന്നെ തീരുമാനിക്കുക. ആദ്യം നേട്ടം പറയട്ടെ. ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. അങ്ങ് ദേവീത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇതുവരെ എന്ന പോലെ എന്നും ഞാനുണ്ടാവും. നേട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ കളിയാക്കോ സതീശേട്ടാ? പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. നേട്ടങ്ങൾ കൊട്ടിപ്പാടാന് ഓരില്ലാന്ന്. കഴിയാവുന്നത്ര ഇതെല്ലാം മറച്ചു വെക്കാനാണ് അവർക്ക് താല്പര്യം. എത്ര മൂടി വെച്ചാലും ഇത് പുറത്തു ചാടാതെ ഇരിക്കുവോ? അയ്യോ, ആരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടേക്കരുത് എന്ന നിർബന്ധം അവർക്ക്. ഓ, 4 ആളെ ഇതൊന്നും അറിയിക്കാൻ ഇവിടെ ആരും ഇല്ലേ? ഇതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് ഇതൊക്കെ? എങ്ങനെ ഇപ്പൊ നാട്ടുകാരെ ഒന്ന് അറിയിക്കുക? ആരും അറിയല്ലേ എന്ന് നിർബന്ധമുള്ളവര് ഈ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞോളി. നിങ്ങളെ നേട്ടം പറയാന് നിങ്ങൾക്ക് വേറെ ആൾ ആവശ്യമുണ്ടോ? ഏറ്റവും നല്ല ക്രമസമാധാന നില, ജീവിക്കാൻ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനം. 9 കൊല്ലം കൊണ്ട് ഊണ് ഉറക്കൊന്നുമില്ലാതെ റെഡിയാക്കി എടുത്തതാണ്. നാടിന്റെ പുരോഗതിയല്ലേ ഇത് കാണിക്കുന്നത്? നാടിന്റെ സാഹചര്യങ്ങളിൽ വന്ന മാറ്റമില്ലേ? മാറിയോ? ഇപ്പറഞ്ഞതൊക്കെ ശരിയാണോ? അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു. ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ രംഗങ്ങൾ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ കൊടുന്നതല്ലേ? അപ്പൊ ചെറുതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇത് ചെറിയ മാറ്റമല്ല. നമ്മൾ കൊടുന്ന മാറ്റം അതിന് താഴെ തട്ടിലല്ലേ? ആ മാറ്റം മേലോട്ടാണ്. അപ്പൊ മേലോട്ടുള്ള മാറ്റം കണ്ട് 10 വർഷം പൂർത്തിയാക്കിയാല് 11ാമത്തെ വർഷം ജനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അംഗീകരിക്കുമോ അതോ അടുത്ത കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇവിടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്.